ശ്രീ ബി എൻ അസ്കർ അവിടെ സ്ഥലമില്ലെന്നൊന്നും പറയല്ലേ. പാളയത്ത് രക്തസാക്ഷി മണ്ഡപമുണ്ട്, അതിനിപ്പുറത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ സ്പേസ് പോരെങ്കിൽ തൊട്ടപ്പുറത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഇനി എന്ത് പരിപാടിയാണെങ്കിലും സി പി എമ്മിൻ്റെ പരിപാടിക്ക് ചോദിച്ചാൽ കിട്ടില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അവിടെ സ്കൂളുകളില്ലേ, സ്കൂളുകളുടെ മൈതാനമില്ലേ, അവിടെ എത്ര സ്ഥലങ്ങൾ ഞാൻ കാണിച്ച്, അല്ലെങ്കിൽ അപ്പുറത്ത് ബി ജെ ടി ഹാളില്ലേ, ഇപ്പോൾ അയ്യങ്കാളി ഹാള്, അങ്ങോട്ട് കൊണ്ടുപോകണം സാറേ. എത്ര സ്ഥലം അവിടെയുണ്ട്? ആ ഏരിയയിൽ തന്നെ എത്ര സ്ഥലങ്ങളാണുള്ളത്? ശ്രീ ബി എൻ അസ്കർ അവിടെ സ്ഥലമില്ലെന്ന് പറയരുത്. ഇവിടെ ഈ വിജയരാഘവൻ ഇത് പറഞ്ഞ് ഈ പറയുന്ന മര്യാദയുടെ മൊത്തം പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം സോഷ്യലിസം എന്നാണ് പറയുന്നത്. വിജയരാഘവൻ വിഭാഗം ചെയ്ത സോഷ്യലിസം എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യമായി പറയുന്നതാണോ? അന്ന് ആ രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞ വർത്താനം ഇവിടെ ആവർത്തിക്കാൻ പറ്റുന്നതാണോ? ഓരോരോ കാലത്ത് ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞ വർഗീയലാക്കോടെയുള്ള ഓരോ വിമർശനങ്ങൾ ഇവിടെ പറയാവുന്നതാണോ? ശ്രീ അസ്കർ ഏറ്റവും ഒടുവിൽ പി വി അൻവറിന് മറുപടി പറയാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി വൃത്തിയോട് പറഞ്ഞ ആളാണ് ഈ പറയുന്ന വിജയരാഘവൻ. കാലഹരണപ്പെട്ട ഈ സ്ത്രീവിരുദ്ധ മനോഗതി മാറ്റ്. നമ്മുടെ സംഘടന ഒരു പുരോഗമന പ്രസ്ഥാനമാണ് സഖാവേ, അല്ലാതെ അധോഗമന പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പാർട്ടി ഇതിനോടകം തന്നെ വിജയരാഘവനോട്? ഈ സമയം ഇത്രയായല്ലോ, ഏതെങ്കിലും പാർട്ടി ഏതാ തിരുത്തിയോ വിജയരാഘവനെ? ഹാഷ്മി, ഇത് തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. സി പി എം നേതാക്കന്മാർക്ക് ഒരു പിശക് പറ്റിയല്ല, അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നേതൃപരമായിട്ടുള്ള ബുദ്ധിയും ജാഗ്രതയും പാർട്ടി നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കുടിലമായിട്ടുള്ളൊരു ശ്രമമാണെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം ചില സ്യൂഡോ പുരോഗമനവാദികളെന്ന് സ്വയം അഭിമാനിക്കുന്ന വിമർശകർ നിറഞ്ഞു നിന്നുകൊണ്ട് അവർ പറയുന്നത് കേരളീയ സമൂഹത്തെ ആകമാനം പുരോഗമനവൽക്കരിക്കുന്നതിനു വേണ്ടി അവനവനിലേക്ക് അവ ചുരുങ്ങിപ്പോകണമെന്ന് കരുതുന്നിടത്താണ് ആ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള മുഖം വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പൊതുസമ്മേളനങ്ങളെന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ നടത്തപ്പെടേണ്ടതും അങ്ങനെ പ്രതിഷേധങ്ങളെന്ന് പറയുന്നത് പൊതുനിരത്തിൽ നടത്തപ്പെടേണ്ടതുമാണെന്ന ബോധം, അവിടെയാണ് രാഷ്ട്രീയം സംവദിക്കപ്പെടേണ്ടത് എന്ന ബോധം പോലും ഇല്ലാതെ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുമായി നാം മുറികൾക്കുള്ളിൽ അടച്ചിട്ട് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി കരുതിയിരിക്കൂ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആഹ്വാനമാണ് കേരളത്തിൽ തിരിച്ചറിയാൻ. ഇവിടെ പ്രതിഷേധം വേണ്ട എന്ന് പറയുന്നില്ല, ഇവിടെ സമ്മേളനം വേണ്ട എന്ന് പറയുന്നില്ല. മാത്രമല്ല സമ്മേളനം വേണം, പ്രതിഷേധം വേണം എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഡൽഹിയിലടക്കം കാണുന്നതാണല്ലോ. ശ്രീ അസ്കർ, ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഏറ്റവും തിരക്കുള്ള ഒരു റോഡ്, അത് നേർപകുതിക്ക് കെട്ടിയടച്ച് അവിടെ നാടകവും കളിച്ച് ജനങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണോ ഈ സമ്മേളനം എന്നതാണ് ചോദ്യം. അതിന് അരാഷ്ട്രീയവൽക്കരണം എന്ന് വിളിക്കുന്നത് അത് ബുദ്ധിപൂർവ്വം വഴിതിരിച്ചുകൂടെ നോക്കുന്നതാണ്. നടക്കില്ലത്. അങ്ങനല്ല ലക്ഷ്മി, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ സി പി എം സമ്മേളനത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ നാടക സംസ്കാരങ്ങൾ എന്തുകൊണ്ട് ഇല്ലാതായി പോകുന്നു? പൊതു ഇടങ്ങളിൽ നാടകങ്ങൾക്ക് സംവദിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമയവും സാഹചര്യവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നാടകങ്ങൾ ഓഡിറ്റോറിയങ്ങൾക്കുള്ളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റമുണ്ട്. കേരളത്തിൽ KPIC അടക്കം കേരളത്തിലെ കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ തിരുവനന്തപുരത്ത് നാടകം കളിക്കാൻ മഞ്ജൂരേ ഉള്ളോ? പൊതുസമ്മേളനങ്ങൾ നടത്തപ്പെടുന്നത് അങ്ങനല്ല. തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് ഞാൻ ആദ്യം പറയുന്നു, അത് പിശകായിരുന്നു, മറ്റൊരു സ്ഥലം നോക്കാമായിരുന്നു. അങ്ങ് കരുതുന്നത് പോലെ അതൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ നടത്തേണ്ടത് ആയിരുന്നില്ല. പൊതുസമ്മേളനം എപ്പോഴും നടത്തപ്പെടേണ്ടത് പൊതു ഇടങ്ങളിൽ തന്നെയാണ്. ഒരുപക്ഷെ പൊതു ഇടങ്ങളിൽ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്യൂഡോ പുരോഗമനവാദികൾ ആകമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ വർത്തമാനങ്ങളും മുറിക്കുള്ളിൽ മാത്രം അടച്ചിടുകയും പറ്റുമെങ്കിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതൊക്കെ വെച്ചു വിളമ്പി ആളുകൾക്ക് മുന്നിലെത്തിക്കുകയും അതിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയ ഊർജം ഉൾക്കൊണ്ട് ജീവിതം ചുരുങ്ങിക്കഴിയുക എന്ന് പറയുന്ന ആഹ്വാനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് പുതിയ രാഷ്ട്രീയ സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നത്. അത് കാലഘട്ടത്തെ പിടിച്ചു കിട്ടുകയും നമ്മെ തിരിച്ചു വീണ്ടും നടത്താൻ ഉതകുന്നതുമാണ് എന്ന് ചരിത്രബോധമുള്ളവർക്ക് ആകപ്പാനം പറയാൻ കഴിയും. അവിടെയാണ് പ്രശ്നം ഹാഷ്മി. ഇവിടുത്തെ പ്രശ്നം എന്താ? സമ്മേളനം നടത്തുന്നതിന് വേണ്ടി, ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഒരു റോഡ് അരികിൽ അങ്ങനെ ഒരു വേദി കെട്ടി. പിശകായിരുന്നു. ആ പിശക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ തുറന്ന് സംവദിച്ചു കഴിഞ്ഞു. ജോയി വളരെ കൃത്യമായിട്ട് കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. തെറ്റുപറ്റിപ്പോയി, അത് ചെയ്യാൻ പാടില്ലാതിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അവിടെ അല്ലാതെ മറ്റൊരിടത്ത് കെട്ടാൻ കഴിയുമായിരുന്നില്ല. ഒരു സാഹചര്യത്തിലെ സമ്മർദ്ദമില്ല. രാവിലെ ഇനി ആരും അറിഞ്ഞില്ലെങ്കിൽ രാവിലെ മാധ്യമങ്ങൾ ഇടപെടുകയും വാർത്ത കൊടുക്കുകയും ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും അവിടെ വാഹനങ്ങളുടെ നീണ്ട നിര കാണിക്കുകയും ചെയ്യുമ്പോൾ CPM സംസ്ഥാന നേതൃത്വം ഇടപെടണം. ഇടപെടാം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണി നിർത്തി സഖാക്കളെ മറ്റൊരു സ്ഥലത്തോട്ട് ഈ പന്തെടുത്തോണ്ട് എന്ന് സുഖമായി പറയാം.
ആ പന്തലെടുത്തോണ്ട് പോകാൻ പറ്റിയ എണ്ണം പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞു തരാന്നേ. അവിടുത്തെ CPM ഇറങ്ങി ഞാൻ പറഞ്ഞു കൊടുക്കാം എണ്ണം പറഞ്ഞ സ്ഥലങ്ങൾ. അല്ല ഹാഷ്മി, നമുക്ക് വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കപ്പെടുന്ന സമ്മേളനം ആ സമ്മേളനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് നടത്തപ്പെടണം. പോട്ടെ, ഇനി പെശക് പറ്റിപ്പോയിന്നേ, അത് തെറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ആവർത്തിക്കുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കേണ്ട. CPM-ന്റെ ബാധ്യത ജനങ്ങളുടെ മണ്ടയ്ക്ക് വെക്കണം. അങ്ങനെയാണോ? വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ അധികാര പരിധിയിൽ വഞ്ചൂർ തന്നെ നടത്തണം, അതുകൊണ്ട് ജനം കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ? അതുമൂലമുണ്ട് അങ്ങനല്ല. ആ സമ്മേളനത്തിൽ വന്നിട്ടുള്ള ദുരിതം, ജനങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പാർട്ടി കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഖേദം പ്രകടിപ്പിച്ചു. അത് കോടതി ഇടപെട്ടപ്പോഴാണല്ലേ? അന്ന് ആ യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ താങ്കൾ ഈ പറഞ്ഞ വാചകമാണ്. എന്താണ് മാധ്യമങ്ങളുടെ ഇവിടെ ഗോവിന്ദന്റെ വായിൽ എന്തെങ്കിലും വീഴുന്നോന്ന് കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന കുറേ എണ്ണമുണ്ട് മാധ്യമങ്ങൾ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ എന്തോ ചെയ്തു, എന്തോ പാതകം ചെയ്തു എന്ന മട്ടിലാണ് ആ വേദിയിൽ പ്രസംഗിച്ചത് MP ഗോവിന്ദൻ. കോടതി കണ്ടപ്പോൾ ജോയി തിരുത്തി. കോടതി കണ്ടിട്ടും തിരുത്താതെ വിജയരാഘവൻ ഇന്ന് എന്താണ് വൃത്തിയോട് പറയുകയും ചെയ്തു ഇന്നലെ. അങ്ങനെയല്ല, കോടതി ഇടപെടുന്നതോടൊപ്പം മാത്രമല്ല, കോടതിയും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായി കോടതി ഇടപെടുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല, അദ്ദേഹം സത്യസന്ധമായി തന്നെയാണ് ജോയി പറഞ്ഞതെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് അതൊരു പക്ഷേ കോടതി ഇടപെട്ട്, കാര്യം EMS മുതൽ MV ജയരാജൻ വരെ കോടതി ഇടപെടലുകളെ സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം അവസാന ഘട്ടത്തിൽ വരെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കോടതി ഇടപെടലുകളല്ലല്ലോ ഇക്കാര്യത്തിലുള്ള പ്രശ്നം. കോടതിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം മൂലം നിങ്ങളുടെ വിഷയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം എപ്പോഴും CPM വിരുദ്ധത എങ്ങനെ പ്രചരിപ്പിക്കാം, അതൊരു നല്ല മാർക്കറ്റുള്ള ഒരു ചരക്കാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ CPM വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചെയ്യലല്ലേ? അത് CPM വിരുദ്ധത ആവുന്നത് എങ്ങനെയാ? ഇത് ജനവിരുദ്ധതയാണ്. CPM അവിടെ ചെയ്ത് ഒന്നാം തരം ജനവിരുദ്ധതയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. വിജയരാഘവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനവിരുദ്ധതയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് CPM വിരുദ്ധതയല്ല, ജനവിരുദ്ധത ചോദ്യം ചെയ്യും.